Afternoon all. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. ഇപ്പൊ നമ്മൾ ആൻ ഓവർവ്യൂ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സമയം കിട്ടുമ്പോ വായിച്ചു നോക്കിയതാ. എന്തായാലും നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? വായിച്ചു നോക്കിയിട്ടില്ലേ? എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല? മോർട്ടാലിറ്റി റേറ്റ് അല്ലേ? അത് മുഴുവനും കഴിഞ്ഞു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഡെത്ത് റേറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മള് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് നമ്മള് കഴിഞ്ഞു. അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. അപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇപ്പൊ ഡെത്തിന്റെ കാര്യങ്ങൾ അല്ലെ, അവിടെയുള്ള നമ്മള് സാധാരണയായിട്ട് മനസ്സിലാക്കി എന്തെങ്കിലും പ്രത്യേക രീതിയിൽ അല്ലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് മറ്റെന്തെങ്കിലും അഡ്വൈസറി ബോഡിക്കോ ആർക്കെങ്കിലൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഡെത്ത് റേറ്റിംഗ് കാര്യങ്ങളും എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടേമിലേക്കൊക്കെ ഉള്ള എന്താണ് ഡെത്ത് റേറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ട്? ശിശുക്കൾ. അപ്പൊ ശിശുക്കളുടെ മരണനിരക്കാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ശിശുക്കളുടെ മരണനിരക്കിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്കറിയാം. ജന്മനാ തന്നെ മരിക്കുന്ന ഇത്രയും ഈ ടൈമില് ജനിച്ചപ്പോൾ തന്നെ അംഗവൈകല്യങ്ങൾ സംഭവിച്ചെന്ന് മാത്രമല്ല തന്നെ മരണനിരക്ക് അല്ലെ ശിശുക്കളുടെ ഈ ടൈമിലുള്ള മരണനിരക്കിലേക്ക് കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺ ഇൻ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക്കൽ ഏരിയ, കൺട്രി, സ്റ്റേറ്റ് എക്സെട്ര. അതൊരു റിപ്പീറ്റേഷൻ വന്നതാണ്. കൺട്രി, സ്റ്റേറ്റ് അല്ലെ നമ്മുടെ രാജ്യത്ത് അല്ലെ ജനിച്ച കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ജനിച്ച കുട്ടികളുടെ ഈ ടൈമിനുള്ളിൽ മരിച്ച അല്ലെങ്കിൽ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ. അറിയാം, ആദിവാസി മേഖലകളിൽ ശിശുമരണ നിരക്ക് കൂടുതലാണ്. അല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങളിൽ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയകളെ കൺസിഡർ ചെയ്തിട്ട് പരിഗണിച്ചിട്ട് അവിടുത്തെ ശിശുമരണ നിരക്ക് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അത് ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഡൈയിങ് എന്താണ് പ്രധാനമായത്? ഡൈയിങ് അണ്ടർ 1 year ഓഫ് ഏജ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ് ലിവേഴ്സ് ഫോർ ദ സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ. ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് കാണുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കും. അപ്പൊ അത് ഒരു വർഷത്തിനുള്ളിൽ ജനിച്ച അല്ലെ കുട്ടികളുടെ മരണനിരക്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രിസ്ക്രൈബ്ഡ് പ്ലേസ് ടൈം പറയുന്നുണ്ട്, അതേമാതിരി തന്നെ ഒരു ഏരിയയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്താ പറയുന്നത്? നോർമലി കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വർഷത്തേക്ക് അല്ലെ അങ്ങനെ ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് 1/1000. ഫോർമുല നോക്കുക, അതാണ് അവിടെ പറയുന്നത്. എന്താണ്? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ്. അത് അവിടെയാണ് ഡിവൈഡഡ് ബൈ വരുന്നത്. ഇൻഫന്റിന്റെ അവിടെയല്ല ആ ഒരു ഡീവിയേഷന്റെ സിംബൽ വരുന്നത്. എവിടെയാണ്? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത് ഇൻടു 1000. ഓക്കെ, നമ്മള് ജനിച്ചവര് അല്ലെ ഇത്രയും പേര് ജനിച്ചതില് ഇത്രയും പേര് മരണപ്പെട്ടു എന്ന് പറയുന്നത് ആ ഒരു സ്ഥിതി വിവരണ കണക്ക്. അപ്പൊ എന്താണ് ജനിച്ചവരിലെ അല്ലെ അവരുടെ ഉള്ളില് ആണ് ഇത്രയും പേര് മരിക്കപ്പെടുന്നത് അല്ലെ, അത് ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കുക. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്
into 1000. അതാണ് infant mortality rate formula. Okay, clear ആയോ? Number of resident infant deaths divided by number of resident live birth into 1000. Okay, ഇവിടെ എക്സാമ്പിൾ ഒരെണ്ണം പറയുന്നുണ്ട്. എന്താണ് 1300 infant deaths in 2008 among state residents. അതായത് ആ സ്റ്റേറ്റിൽ ആ സംസ്ഥാനത്ത് ഇത്രയും പേര് മരണം സംഭവിച്ചിട്ടുണ്ട്, ശിശുക്കളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 1,50,000 live births in 2008. അല്ലെ, 2008 1,50,000 കുട്ടികൾ ജനിച്ചതില് എന്താണ് 1,300 ശിശുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 1,300 ഡിവൈഡഡ് ബൈ 1,300 ഡിവൈഡഡ് ബൈ 1,50,000 into 1000. അപ്പൊ എന്താണ് 8.7 infant deaths per 1000 live births in 2008 ആണ് സ്റ്റേറ്റ് പ്രസിഡന്റ്. അതായത് 2008 ആ ഒരു ശിശുക്കളുടെ മരണനിരക്കാണ് അവിടെ കാണിക്കുന്നത്. എന്താണ് ഇത്രയും പേര് മരിച്ചിട്ടുണ്ട്, എത്ര ടോട്ടൽ 1,50,000 ഇൻഫന്റ് കുട്ടികളില് 1,300 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ റേറ്റ് 8.7 ആണ്. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണ് ആ ഒരു റേറ്റിന്റെ കാൽക്കുലേഷൻ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡയൽ ചെയ്തിരിക്കുന്ന മരണപ്പെട്ടവര് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻടു 1000. ഓക്കെ, ക്ലിയർ അല്ലേ? കേസ് ഇനി ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണയായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്താണ് infant mortality rate is equal to the total number of infant deaths at hospital in a period divided by total number of infant discharges and death during that period 1000. അപ്പൊ അവിടെ എന്താണ് വീണ്ടും പറയുന്നത്, ഹോസ്പിറ്റലിലാവുമ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം ഡിസ്ചാർജ് ചെയ്ത് പോയാലും അല്ലെ, ചിലപ്പോ ഒരു അവരുടെ ടൈമിന്റെ ഉള്ളിൽ തന്നെ ഡിസ്ചാർജ് പോയിട്ടുണ്ട് അല്ലെ, സ്പെസിഫൈ ചെയ്യുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ ആ ടൈമിനുള്ളില് ഓക്കെ ഒന്നുകൂടെ പറയാം, ഹോസ്പിറ്റലിലെ കാര്യമല്ലേ ഒന്നുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ. എന്താണ് ഹോസ്പിറ്റലിൽ പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത്സ് ആറ്റ് ഹോസ്പിറ്റലിന്റെ പീരിയഡ്, ഒരു പീരിയഡ് അല്ലെ, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം അത് നോക്കുമ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് അവിടെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻഫന്റ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത്സ്. കേസ് ജനിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ എന്താണ് ആ പീരിയഡിൽ ഒരുപക്ഷെ മരണം സംഭവിച്ചിട്ടും ഉണ്ടാവും അല്ലെ. അപ്പൊ ടോട്ടല് വരുമ്പോൾ എന്താണ് അതിൽ അവിടെ നിന്ന് ജനിച്ച് മരണപ്പെട്ടവരെയും കൂടി ഉൾപ്പെടുത്തി, ഡിസ്ചാർജ് ചെയ്താലും അങ്ങനെ സംഭവിച്ചേയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത്സ് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ്, ടോട്ടൽ കേസ് ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷവും എന്തെങ്കിലും അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റു 100. എന്താണ് അപ്പോ ഇൻഫന്റ് ഡെത്തിന്റെ കാര്യം നമ്മൾ കണ്ടു അല്ലെ. സാധാരണ രീതിയിൽ ജനിച്ചിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു ഇതിൽ എത്രത്തോളം പേര് മരണപ്പെട്ടു എന്നുള്ള സ്ഥിതിവിവരമാണ് അവർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിവാലൻസ് ഓഫ് ഡിസീസസ് ആണ്. ഓക്കെ, പ്രിവാലൻസ് ഓഫ് ഡിസീസസിനെ കുറിച്ച് നോക്കാം. വൈകുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ക്ലിയറായോ? നെക്സ്റ്റ് പ്രിവാലൻസ് ഓഫ് ഡിസീസസ് ആണ്. ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യുക. കണ്ടിന്യൂ ചെയ്തോണ്ടേ പ്രിവാലൻസിനെ കുറിച്ചിട്ട് പ്രിവാലൻസ് ഓഫ് ഓക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് രോഗവ്യാപന തോത്. ഓക്കെ, രോഗവ്യാപന തോതിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. നമുക്കറിയാം ചില ഓക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. ചില അസുഖങ്ങൾ അല്ലെ, അത് എല്ലായിടത്തേക്കും വ്യാപിച്ചു പോകുന്ന ടൈമുകളുണ്ട്. അത് ചിലപ്പോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ സ്ഥിതി വരുന്ന കണക്കുകൾ എടുത്തിട്ടായിരിക്കും എന്തെങ്കിലും അല്ലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കുക. നമുക്കറിയാം ഇങ്ങനെ കൂടുതലായിട്ട് കോവിഡ് സമയത്തൊക്കെ നമുക്കറിയാം അത് വ്യാപിക്കുന്നുണ്ടോ, ആ ഒരു പ്രദേശത്ത് ഇത്രയും പേരെ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര പേർക്ക് സ്ഥിരീകരിച്ചു
ആ ഒരു കണക്കിന്റെ തോതനുസരിച്ചിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കയറാൻ വൈകിയതുകൊണ്ടാണെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് പറയാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശു മരണ നിരക്കാണ് പറയുന്നത്. അതായത് എത്രത്തോളം പേര് മരിച്ചു അല്ലെ, എത്ര കുട്ടികള് ഇന്ന കാലയളവ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, അത് പെട്ടെന്ന് ക്ലിയർ ആവും. 2008 ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 1300ഓളം കുട്ടികൾ ശിശുക്കൾ ജനിച്ച ഉടനെയുള്ള ആ ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു 1 ഇയറിനുള്ളിൽ ഉള്ള ടൈമിൽ ഇത്രയും കുട്ടികൾ നമുക്കറിയാം, ചിലപ്പോൾ ജനിക്കണേയുള്ള അല്ലെ, പെട്ടെന്ന് ജനിക്കുന്ന കുട്ടികളുടെ ഉള്ളൊരു കാര്യമാണ്. അത്രയും പേര് ഈ സമയത്ത് മരിച്ചു എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്താണ്, 1300ഓളം കുട്ടികള് 2008 മരിച്ചിട്ടുണ്ട്. എത്രത്തോളം പേര് ജനിച്ചതില്? 1,50,000-ഓളം പേര് ജനിച്ചതില് 1300ഓളം കുട്ടികള് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം 1300 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു 1000. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അത് ആ ഇയറില് മനസ്സിലായോ, എത്രത്തോളം പേര്, എത്രത്തോളം കുട്ടികൾ ആ ടൈമിൽ ജനിച്ചിട്ടുണ്ടോ അവരില് എത്രത്തോളം പേര് മരിച്ചു അല്ലെ. ഇവിടെ പറയുന്ന 1,50,000 പേരില് 1300 പേര് മരണപ്പെട്ടു. ക്ലിയറായോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് പ്രിവാലൻസ് ഓഫ് ഡിസീസ്? പ്രിവാലൻസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, കോവിഡ്. അത് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ്, നമ്മൾ രോഗവ്യാപന തോത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചില നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഐസൊലേറ്റഡ് ഏരിയ ഒക്കെ ആയിട്ട് തിരിച്ചിട്ടൊക്കെയാണ് ആ ടൈമിലൊക്കെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ്, ഇത്രയും പേരെ ടെസ്റ്റ് ചെയ്തത്, 1000 പേരെ ടെസ്റ്റ് ചെയ്തതിൽ എന്താണ് 10 അല്ലെ 100-200 പേർക്ക് സ്ഥിരീകരിച്ചു, പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ബേസിലാണ് ഓരോ കാര്യങ്ങൾ അവര് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. വ്യാപനത്തോത് കൂടുതലാണോ, ആ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വ്യാപനത്തോത് കുറവാണോ എന്നൊക്കെയുള്ളത് തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുന്നു. അത് തന്നെയാണ് ഇവിടെ വിവരിച്ച് പറയുന്നത്. പ്രിവാലൻസ് റെഫേർഡ് ടു ആസ് പ്രിവാലൻസ് റേറ്റ്, അതായത് ഒരു വ്യാപന തോതാണ് അവിടെ പറയുന്നത്. is the proportion of a person in a population who are affected with a particular diseases or attribute at a specified point in time or over a specific period. അതായത് ഒരു നിശ്ചിത സമയത്ത് അല്ലെ, നിശ്ചിത ദിവസത്തിലൊക്കെയാണ് നമ്മൾ സ്ഥിരീകരണത്തൊക്കെ പറയാറ് അല്ലെ. അപ്പൊ അവിടെ ആ സമയത്ത് ഇത്രത്തോളം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസീസ്, ഒരു പെർട്ടിക്കുലർ ഡിസീസ്, അങ്ങനെ പ്രത്യേക അസുഖം അല്ലെ, പ്രത്യേക രോഗം എത്രത്തോളം അത് വ്യാപിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് എ പേഴ്സൺ ഇൻ എ പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷൻ, ആ ഒരു ജനസംഖ്യയില് who are affected with a particular disease, ആർക്കൊക്കെ അഫക്ട് ചെയ്തു അല്ലെ, ആർക്കൊക്കെ ആ രോഗം വന്നു, ഒരു പ്രത്യേക രോഗം വന്നു, or attribute at a specified point in time അല്ലെ, ആ സമയത്തില് എത്രത്തോളം പേർക്ക് ആ രോഗവ്യാപനം സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ, ഒരു വ്യാപന തോതാണ് എന്തെന്ന് പറയുന്നത്, പ്രിവാലൻസ് റേറ്റ് എന്ന് പറയും. ഈ പ്രിവാലൻസ് is a measure of a disease that lets determine a person likelihood of having a disease. So the number of a prevalent case is the total number of cases of a disease that exists in a population. അതായത് അതൊരു ലൈബ്രറി കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തിനോട് ചേർന്ന് പോവുകയാണ്. ആ അസുഖം എല്ലാവർക്കും മാറി മാറി വ്യാപിച്ചു പോകുന്നു അല്ലെ, പടർന്നു പിടിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തീരുമാനമെടുക്കുന്നത്, അതിന്റെ തോത് അറിയാൻ വേണ്ടിയിട്ട്, മെഷർ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിൽ പറയുന്നത്, പോപ്പുലേഷനെ ബേസ് ചെയ്ത് അല്ലെ, എക്സിസ്റ്റിംഗ് നിലവിലുള്ള പോപ്പുലേഷനിൽ എത്ര പേർക്ക് സ്ഥിരീകരിച്ചു എന്നുള്ള തോതാണ് അവിടെ സ്ഥിരീകരിക്കുന്നത്. The prevalence is measured by dividing the number of a person with the disease or condition at a particular time point by the number of individuals examined. അതായത് ഇത്രത്തോളം പേരെ എക്സാമിൻ ചെയ്തപ്പോൾ, 1000 പേരെ എക്സാമിൻ ചെയ്തപ്പോൾ എത്ര പേർക്ക് ആ ഡിസീസ് സ്ഥിരീകരിച്ചു അല്ലെ. അപ്പൊ ന്യൂമറേറ്റർ ആയിട്ട് എന്താ പറയുന്നത്, ഏത് പേഴ്സൺസിനാണ് ആ ഒരു അസുഖം, ആ ഒരു ഡിസീസസ്. കൊറോണയാണെങ്കിൽ ആ കൊറോണ സ്ഥിരീകരിച്ച പേഴ്സൺസ് ആയിരിക്കും ന്യൂമറേറ്റർ ആയിട്ട്. എത്രത്തോളം പേരെ ടെസ്റ്റ് ചെയ്തു അതായിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ടെസ്റ്റ് വായിച്ചു നോക്കാം.
നിങ്ങൾക്ക് പേജ് വിസിബിൾ അല്ലേ? പേജ് നമ്പർ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സ്ക്രീൻ കാണുന്നില്ല. ഷെയർ ചെയ്തോ? നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരട്ടോ, എന്താണ് പ്രിവാലൻസ് എന്നൊക്കെ. ഓക്കെ, നമ്മളോട് പറയാം. പ്രിവാലൻസ് എന്ന് പറയുന്നത് അതിപ്പോ ചിലപ്പോ നമ്മളങ്ങനെ അല്ലെ ഒരു മോക്ക് ടെസ്റ്റിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഏത് ഡിസീസ് ആണ്, ഇൻസിഡൻസ് ആണോ, പ്രിവാലൻസ് ടെസ്റ്റ് ആണോ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണോ പറഞ്ഞത്. അപ്പൊ പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? മെഷർ ഓഫ് ഡിസീസസ് that let us determine a person likelihood of having disease. അല്ലെങ്കിൽ എന്താണ് പെർട്ടിക്കുലർ ഡിസീസസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? is the proportion of a person in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. അല്ലെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം. ഞാനൊരു എക്സാമ്പിൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് കൊറോണ അല്ലെ. കൊറോണ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണെന്ന് പറയുന്നത് ആ രോഗാവസ്ഥ എത്രത്തോളം പേർക്ക് ഈ സമയത്ത് വന്നു അല്ലെ, അത് സ്ഥിരീകരിക്കാനായിട്ട് ഇത്രത്തോളം പേര് ടെസ്റ്റ് ചെയ്യും അല്ലെ. ഒരു ജോഗ്രഫിക്കൽ ഏരിയന്ന് കുറച്ച് പേരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 1000 പേരെ അല്ലെങ്കിൽ 100 പേരെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഇത്ര പേർക്ക് സ്ഥിരീകരിച്ചു, 30 പേർക്ക് പോസിറ്റീവായിട്ട് വന്നു റിസൾട്ട്. അപ്പൊ അവിടുത്തെ അതനുസരിച്ചിട്ടാണ് അവിടെ വ്യാപന തോത് എത്രത്തോളം ഉണ്ട്. ചിലടത്ത് വേറെ ഒരു പ്ലേസിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചായിരിക്കും സ്ഥിരീകരിക്കും. അപ്പൊ വ്യാപന തോത് എന്താണ്? ആ കൂടുതലുള്ള അല്ലെ, കൂടുതൽ പോസിറ്റീവുള്ള പ്ലേസിലായിരിക്കും വ്യാപന തോത് കൂടുതൽ. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. എന്താണ് പ്രിവാലൻസ് റെഫർ ചെയ്യുന്നത്? എന്താണ്? ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് ദ പേഴ്സൺ ഇൻ എ പോപ്പുലേഷൻ who are affected with a particular disease. ഒരു പ്രത്യേക അസുഖം അല്ലെ, അത് എല്ലാവർക്കും കുറച്ച് പേർക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഒരു ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസ്ഥ അല്ലെ, അത് കുറച്ച് പേരില് ആ അവസ്ഥ വന്നിട്ടുണ്ട്, അതിന്റെ ലക്ഷണങ്ങൾ വന്നിട്ടുണ്ട് സ്പെസിഫൈഡ്, അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് റിസൾട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് അത്? സ്പെസിഫൈഡ് ടൈമിൽ നമുക്കറിയാം ഒരു ദിവസം അല്ലെ, ഇന്നത്തെ ദിവസത്തെ ആ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ആയിരിക്കും നമുക്ക് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലേക്ക് ആയിട്ട് ന്യൂസിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ ഒരു പ്രത്യേക ദിവസത്തെ അല്ലെ, ആ ഒരു ടൈമില് ആ പീരീഡില് എത്രത്തോളം വരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഡെത്ത് റേറ്റ് ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ? കുട്ടികളെ അല്ലെ, കുട്ടികളുമായി ബന്ധപ്പെട്ട റേറ്റ് ആണ് അല്ലെ, അവരുടെ മോർട്ടാലിറ്റി റേറ്റ് ആണ്, ഡെത്ത് റേറ്റ് ആണ് അവിടെ സ്ഥിരീകരിക്കുന്നത്. ഇവിടെ പ്രിവാലൻസ് എന്ന് പറയുന്നത് ഒരു രോഗവ്യാപന തോതാണ്. അതായത് പടർന്നു പിടിക്കുന്ന ഒരു പെർട്ടിക്കുലർ അസുഖത്തിന്റെ തോത് അത് എത്രത്തോളം ഉണ്ട്, അത് ഗൗരവം ബാധിച്ചതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് അല്ലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എടുക്കേണ്ടതായിട്ട്. ഇനി അതിന്റെ പ്രിവാലൻസ് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ്? ദ പ്രിവാലൻസ് ആൻഡ് ദി ഇൻസിഡൻസ് ഓഫ് ഡിസീസസ് ആർ എമംഗ് ദ മോസ്റ്റ് ബേസിക് മെഷർ ഇൻ എപ്പിഡെമോളജി. അതായത് സാംക്രമിക രോഗത്തിൽ പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. ആ രോഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണയായി മറ്റുള്ളവർക്ക് പടർന്നു പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കൊറോണയുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് മനസ്സിലായി പോകുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിന്റെ മുമ്പിൽ തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി prevalence is a measure of the load of a disease in a population in a given location and a particular time as represented in a count of the number of people affected. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ വ്യാപന തോത് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും അല്ലെ ആക്ഷൻസ് എടുക്കും ഇല്ലേ? ആക്ഷൻ എടുക്കൂലേ വ്യാപന തോത് കൂടുതലാണെങ്കിൽ? ഓക്കെ, അതല്ല എങ്കിൽ നമുക്കറിയാം അവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നമുക്കറിയാം. ചില ഭാഗങ്ങൾ ആ ടൈമിലൊക്കെ ഐസൊലേറ്റ് ചെയ്ത് തന്നെ നിർത്തിയല്ലേ, ആ ഭാഗത്തേക്ക് മറ്റൊരാളെയും കടത്തി വിടാതെയൊക്കെ നോക്കി. കാരണം അവിടെ വ്യാപന തോത് കൂടുതലായതുകൊണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ആ ഒരു തോത്, ആ റേറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സാംക്രമിക രോഗാവസ്ഥ അത് മെഷർ ചെയ്യുമ്പോൾ അത് കൂടുതൽ അല്ലെ മറ്റുള്ളവർക്ക് പറ്റാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ, അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് സാധിക്കും. പോപ്പുലേഷൻ ഇൻ ഗിവൺ ലൊക്കേഷൻ ആൻഡ് particular time as represented in a count of a number of people affected. എത്രത്തോളം പീപ്പിളിനെ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് ആ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ അല്ലെ മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് എന്തൊക്കെ നടപടികൾ എടുക്കാനൊക്കെ തീരുമാനിക്കാൻ സാധിക്കും. then എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ദ ഡിസീസ് ആസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്. ചിലപ്പോൾ നമ്മളിപ്പോ കൊറോണയുടെ കാര്യം ഞാൻ പെട്ടെന്ന് പറയും, കാരണം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനാണ്. അതേസമയം നമുക്ക് ചിലപ്പോഴൊക്കെ റിപ്പോർട്ടുകൾ വരാറുണ്ട് അല്ലെ, ഇപ്പൊ ഈ കേരളത്തില് ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടി വരുന്നു, ഹാർട്ട് അറ്റാക്കിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ എന്താണ് ഡയബറ്റീസ് പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾ കൂടുതലാണ്, അല്ലെങ്കിൽ 60 രോഗികൾ കൂടുതലാണ് എന്ന് പ്രത്യേകം എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു കാര്യമാണ് പ്രിവാലൻസിൽ നമുക്ക് കൃത്യതയോടുകൂടി വരച്ച് മെഷർ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇവിടെ പറയുന്നുണ്ട് കാർഡിയോവാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ഇൻസീഡിയസ് ഡെത്ത്സ് അല്ലെ. ഇൻസീഡിയസ് ഡെത്ത് എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ്. NCD എന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു അബ്രിവേഷൻ വെച്ച് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. NCD എന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ്. അതായത് നമുക്ക് ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ പടരാത്ത ചിലപ്പോൾ അസുഖങ്ങൾ വരാം, പക്ഷെ അത് അവിടുത്തെ ആ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ അന്തരീക്ഷത്തിന്റെ മലിനീകരണം കൊണ്ടൊക്കെ സംഭവിക്കുന്നതായിരിക്കും അല്ലെ. ഇപ്പൊ കൊറോണ പോലെ എല്ലാവർക്കും വ്യാപിച്ച് പകർന്നു കൊടുക്കുന്ന അസുഖം മാത്രമല്ല, ചില ജിയോഗ്രഫിക്കൽ ഏരിയയുടെ പ്രത്യേകത കൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് കുറെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളാണ്. അങ്ങനെയും രോഗവ്യാപന തോതനുസരിച്ചിട്ട് ഗവൺമെന്റ്സിന് അതിൻ്റെതായ നടപടികളുണ്ട്. ചില ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വായു ശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മലിനീകൃതമായ അന്തരീക്ഷം കൊണ്ടൊക്കെ രോഗാവസ്ഥ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോഴും എന്താണ് നമുക്കറിയാം, ചില മെഷർമെന്റ് അല്ലെ ചില നടപടികളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കാർഡിയോവാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ഇൻസീരിയസ് ഡെത്ത്സ് എന്ന് വെച്ചാൽ കൂടുതൽ പേര് അറ്റാക്ക് വന്നാലേ നമ്മുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്ന് മരിക്കുന്ന ഒരവസ്ഥകൾ ഉണ്ട് എന്നാണ് നമുക്കറിയാം. ഓരോ 70.9 മില്യൺ പീപ്പിൾ ഏർലി അല്ലെ, വളരെ കൂടുതൽ ആ എണ്ണങ്ങൾ സ്ഥിരീകരിച്ച് കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ഇന്ന പ്ലേസുകളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഞാൻ വീണ്ടും പറയുന്നത് ഫോളോഡ് ബൈ ക്യാൻസർ 9.3 മില്യൺ. ഒത്തിരി പേര് ക്യാൻസർ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു 9.3 മില്യൺ എന്നൊക്കെ കാണിച്ചു തരുമ്പോൾ നമുക്കറിയാം ഇത്രയും പേര് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും പേരെ അവിടെ ക്യാൻസർ രോഗികളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് വരുന്നത്. അങ്ങനെ പല അസുഖങ്ങൾ അല്ലെ നമുക്കറിയാം. ബ്ലോക്ക് വന്നവരെ എത്രത്തോളം പേരുണ്ടെന്ന്, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന് വരുന്നവരെ കുറച്ച് പേര് അല്ലെ, കുറച്ച് കൂടുതൽ പേര് അധികം പേര് വരുമ്പോഴാണ് ഇവിടെ അവിടെയൊക്കെ ആ ഭാഗത്തേക്ക് സ്വിച്ച് ചെയ്ത് ഈ ഒരു റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ക്യാൻസർ രോഗികളായിട്ട് ഇങ്ങനെയുണ്ട്. ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്, അതായത് ശ്വാസം മുട്ട് പോലെയുള്ള അല്ലെ ശ്വാസതടസ്സമൊക്കെ പോലെയുള്ള ഡിസീസസ്, അങ്ങനെയുള്ള രോഗികളുടെ എണ്ണം 4.1 മില്യൺ. ആൻഡ് ഡയബറ്റീസ് 2.0 മില്യൺ ഇൻക്ലൂഡിംഗ് കിഡ്നി ഡിസീസ് ഡെത്ത് കോസ്ഡ് ബൈ ഡയബറ്റീസ്. അതായത് ഡയബറ്റീസ് അല്ലെ പ്രമേഹ രോഗികളുടെ എണ്ണം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള അവരുടെ എണ്ണമൊക്കെ സ്ഥിരീകരണ കണക്കുകൾ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതെന്താണ്, അത് ഹയസ്റ്റ് പ്രിവാലൻസ് റേറ്റ് കാണിച്ചു തരുക. അതിന്റെ രോഗവ്യാപനത്തിന്റെ ആ മുഴുവന്യാവസ്ഥ നമുക്ക് വ്യക്തമാക്കി കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിവാലൻസ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം രോഗം വ്യാപിക്കുന്ന അവസ്ഥ ഡിറ്റർമിൻ ചെയ്യുന്ന മാത്രം തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ അത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയകളിൽ ഈ സമയത്തിനുള്ളിൽ ഇത്രയും പേര് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അല്ലെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് എന്താ പ്രിവാലൻസ് റേറ്റ് കണ്ടെത്തുന്നത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ടോ? എന്തെങ്കിലൊക്കെ
ഡയബറ്റീസും കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഫാമിലികളിൽ തന്നെ അല്ലെ ചില നടപടികളൊക്കെ അവര് തന്നെ കുറച്ചും കൂടി ഷുഗറിന്റെ കൗണ്ടൊക്കെ കുറച്ച് അല്ലെങ്കിൽ പ്രഷർ ഇങ്ങനെ കൂടുതലൊക്കെ ഉള്ളത് കൊണ്ട് ഉപ്പിന്റെ കളറൊക്കെ കുറച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. കാരണം അങ്ങനെയുള്ള സ്ഥിതിവിവര കണക്കുകൾ ഇപ്പൊ ധാരാളം വർദ്ധിച്ചു വരികയാണ് ജങ്ക് ഫുഡ് അല്ലെ പുറത്തുനിന്നൊക്കെയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ കൂടുതലായിട്ടുള്ള ഈ രോഗികളുടെ അവസ്ഥകൾ വരുമ്പോൾ അതനുസരിച്ചുള്ള ആക്ഷൻസ് അല്ലെ ഇടയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള കണക്കുകൾ അതാണ് സൂചിപ്പിച്ചു തരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? കുറച്ചുകൂടെ പോകുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ തന്നെ എന്താണ് പ്രിവാലൻസ് എന്താണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് അല്ലെ? എന്താ വാട്ട് ഈസ് ഇൻക്രീസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്? എങ്ങനെയാണ് ഈ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്? ഈ രോഗവ്യാപന തോത് കൂടുതലായിട്ട് വന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? അവിടെ ഉണ്ടോന്നൊന്നും അറിയാനായിട്ടുള്ള ചെക്കിംഗ് കൂടിയാണ്. എങ്ങനെയാണ് ഈ രോഗവ്യാപന തോത് കൂടുതലാണെന്ന് എങ്ങനെ കണ്ടെത്താം? മെസ്സേജ് അയക്കാൻ പറ്റുമോ? ഇതാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെത്ത് സംഭവിക്കുമ്പോൾ പ്രിവാലൻസ് വരുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഈ ശരിക്കും രോഗവ്യാപനം തോന്നിപ്പോ നമ്മൾ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ വ്യാപനം കൂടുതലാണെന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? അസുഖം കൂടുന്നു, അതായത് അവിടെ എന്താണ് സ്ഥിരീകരിക്കുന്നു അല്ലെ? പോസിറ്റീവായിട്ട് സ്ഥിരീകരിക്കുന്നു. അവിടെ ടെസ്റ്റ് ചെയ്യും, ഡയഗ്നോസിസ് രോഗനിർണയം നടത്തും അല്ലെ? പേഷ്യൻസ് കൂടുതലായിട്ട് വരുമ്പോൾ രോഗനിർണയം നടത്തുമ്പോൾ അവിടെ പോസിറ്റീവ് കാണിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പുതിയതായിട്ട് അല്ലെ രോഗവ്യാപനം കൂടുകയാണ്. അത് തന്നെയാണ് പറയുന്നത്. ബട്ട് ഇൻക്രീസ് ദ പ്രിവാലൻസ് ഓഫ് ഡിസീസസ്. പ്രിവാലൻസ് ഇൻക്രീസ് വെൻ ന്യൂ ഡിസീസ് കേസ് ആർ ഡിറ്റക്റ്റഡ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ ഹോസ്പിറ്റൽ കേസ് വരുന്നു. ഓക്കെ, കൂടുതലായിട്ട് ഈ തരത്തിലുള്ള രോഗികളുടെ പോസിറ്റീവ് കൂടി വരുന്നു അല്ലെ? അപ്പോഴാണ് ആ പ്രിവാലൻസ് റേറ്റ് കൂടി വരുന്നത്. അതേമാതിരി തന്നെ എന്താണ് അതിന്റെ പ്രിവാലൻസ് ഡിക്രീസ് എപ്പോഴാണ് അത് ഡിക്രീസ് ചെയ്യുക? ഒന്നില്ലെങ്കിൽ അത് ആ രോഗികള് ഒന്നില്ലെങ്കിൽ ആ രോഗികൾ മരിച്ചു പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്താണ് അവരുടെ രോഗം മാറിയിട്ടുണ്ടാവും അല്ലെ? കുറെ പേര് എന്താണ് അല്ലെ അവിടെ പറയണം പ്രിവാലൻസ് ഡിക്രീസ് വെൻ എ പേഷ്യന്റ് ഏജ് ഫ്രോഡ് ഓർ ഡൈ. അവര് ഒന്നില്ലെങ്കിൽ രോഗപരിപാലനം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന അല്ലെ അവരുടെ ആ രോഗം മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ എന്താണ് പ്രിവാലൻസിന്റെ റേറ്റ് കൂടുതലാണ്. ചെക്ക് ചെയ്ത് വരുമ്പോൾ എന്താണ് അത് കുറവായിട്ട് വരുമ്പോൾ നമുക്കറിയാം ട്രീറ്റ്മെന്റോട് കൂടിയിട്ട് അത് ഇല്ലാതെയായി പോവുകയാണ് അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ആ ഒരു എന്താണ് രോഗം വരുന്നില്ല, പിന്നെ അതിന്റെ ആ റേറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയാനുള്ള 2 പോയിന്റ്. ഇനി 3 തരത്തിലുള്ള പ്രിവാലൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നത് നോക്കാം. പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. അങ്ങനെ 3 തരത്തിലുള്ള രോഗവ്യാപനങ്ങളാണ് വരുന്നത്. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് the number of cases of death event at a certain time. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. പലതരത്തിലുള്ള പ്രിവാലൻസ് ഉള്ളത് നോക്കാം. എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. The number of cases of health event at a certain time അല്ലെ? ഒരു നിശ്ചിത സമയത്തിൽ ഒരു certain ടൈമിലുള്ള കേസുകൾ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോയിന്റ് പ്രിവാലൻസ്. ഇനി പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കേസ് ഓഫ് ഹെൽത്ത് ഈവന്റ് റെഫറൻസ് ടു എ പീരിയഡ്. അതൊരു ദിവസത്തെ കാര്യമൊന്നല്ല, ഒരു സർട്ടൻ ടൈമിൽ മാത്രമല്ല, അത് ഒരു നിശ്ചിത പീരിയഡ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പീരിയഡിലേക്ക് ഉള്ള പ്രിവാലൻസ് റേറ്റ് ആണെങ്കിൽ അതെന്താണ് പീരിയഡ് പ്രിവാലൻസ് ആണ്. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് ഒരു സർട്ടൻ ടൈമിലുള്ള പ്രിവാലൻസ് റേറ്റ് ആണെങ്കിൽ
അത് പോയിന്റ് പ്രിവാലൻസ് ആണ്. ഒരു നിശ്ചിത പീരീഡിലൊക്കെ ആണെങ്കിൽ അല്ലെ നമുക്കറിയാം 12 monthsനുള്ളിൽ ഇത്രയും പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ക്യാൻസർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വർഷം ഇത്രയും പേരെ സ്ഥിരീകരിച്ചു അല്ലെ. ഇപ്പൊ നമ്മള് കോവിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന ദിവസം അല്ലെ ഈ സമയത്തിനുള്ളിൽ ഇത്ര പേരെ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു പോയിന്റ് പ്രിവാലൻസ് പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത് ആ ഒരു വ്യത്യാസം അല്ലെ. ചില രോഗങ്ങൾക്ക് നമുക്കറിയാം കുറച്ച് ടൈം ഗ്യാപ്പ് കൂടി കൊടുത്തിട്ടാണ് പ്രിവാലൻസ് റേറ്റ് കണ്ടെത്തുന്നത്. അതേമാതിരി തന്നെ ലൈഫ് ടൈം പ്രിവാലൻസ് ഉണ്ട്. ലൈഫ് ടൈം പ്രിവാലൻസിൽ എന്താ പറയുന്നത് നമ്പർ ഓഫ് കേസ് ഓഫ് ഹെൽത്ത് ഈവന്റ് റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം അല്ലെ. ജീവിതകാലം മുഴുവൻ വ്യാപിക്കാവുന്ന ആ ഒരു അസുഖത്തിന്റെ തോതാണ് ഇത്രയും പേര് ആ ഒരു അല്ലെ ആ ഒരു രോഗത്തിന് അടിമകളായി തീർന്നു എന്നുള്ളത്. കാലാകാലങ്ങളോളം ഡയബറ്റീസ് പേഷ്യന്റ് ആയിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അല്ലെ. ഇത്രയും പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു. അവര് ഈ കാലാകാലങ്ങളോളം ഇതിന്റെ അടിമകളായിട്ട് അല്ലെ ആ ഒരു രോഗത്തിന്റെ ബുദ്ധിമുട്ട് സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത് ലൈഫ് ടൈം പ്രിവാലൻസ്. ഓക്കെ, ഒരു നിശ്ചിത ടൈമിനുള്ളിലാണെങ്കിൽ പോയിന്റ് പ്രിവാലൻസ്, ഒരു നിശ്ചിത പീരിയഡിനുള്ളിലുള്ള സ്ഥിതിവിവര കണക്കാണെങ്കിൽ അത് പീരിയഡ് പ്രിവാലൻസ്. പിന്നെ ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവനും അല്ലെ അതിലേക്ക് റഫർ ചെയ്യുമ്പോഴാണ് ലൈഫ് ടൈം പ്രിവാലൻസ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് അതിന്റെ ഒരു ഫോർമുല കൂടിയുണ്ട്. എന്താണ് നമുക്ക് എന്താണെന്നുള്ളത് പോയിന്റ് പ്രിവാലൻസ് നമ്പർ ഓഫ് കേസ് in a defined population at one point of time divided by number of people in a defined population at the same point in time. അപ്പൊ ഇത്രയും പേര് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എത്ര പേര് പോസിറ്റീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തു. നമ്പർ ഓഫ് കേസ് ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് പോയിന്റ് ഓഫ് ടൈം അല്ലെ. എത്ര പേര് കേസ് നമ്മൾ ഡിഫൈൻ ചെയ്തു സ്ഥിരീകരിച്ചു അത് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നു. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം. എത്രത്തോളം പീപ്പിൾ അല്ലെ എത്രത്തോളം പീപ്പിളിൽ നിന്നാണ് ആ സ്ഥിരീകരണം വന്നിരിക്കുന്നത് അത് പോപ്പുലേഷൻ വരുന്നത് അല്ലെ. അവിടെ എത്രത്തോളം ജനസംഖ്യയിൽ പരിശോധന നടത്തിയത് ഡിഫൈൻ ചെയ്തത് സ്ഥിരീകരിച്ചിട്ടാണ് അത്രയും പേര്. ഇപ്പൊ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ്, ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് എത്രത്തോളം പേര് അവര് എന്താണ് ഇത് ടെസ്റ്റിന് വിധേയമാക്കിയത് ആ പോപ്പുലേഷൻ അല്ലെ. ആ ഒരു അത്രയും പേരിന്റെ ഉള്ളില് ഇത്രയും പേര് സ്ഥിരീകരിച്ചു. ഓക്കെ, അതാണ് അവിടെ ഫോർമുല ആയിട്ട് വരുന്നത്. നേരത്തെ കണ്ടായിരുന്നു അല്ലെ 100 പേരില് ടെസ്റ്റ് ചെയ്തപ്പോ ഒരു 20 പേരെ സ്ഥിരീകരിച്ചു. ന്യൂമറേറ്റർ ആയിട്ട് 20 പേര് ടെസ്റ്റ് ചെയ്യുന്നവര് ഡിനോമിനേറ്റർ ആയിട്ട് 100 പേര്. നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാം യൂസ് ഓഫ് പ്രിവാലൻസിന്റെ ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസസ് ഇൻ എ കമ്മ്യൂണിറ്റി അല്ലെ. ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. ആ തോത് കൂടുതലനുസരിച്ചിട്ട് അവിടെ ഇത്രയും പേഴ്സൺസ് അല്ലെ. നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഒരുപാട് കുറച്ചും കൂടി ആരോഗ്യം കുറഞ്ഞ മേഖലയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കാനൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള രോഗങ്ങൾ നോക്കും അല്ലെ. ആരോഗ്യാവസ്ഥ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ ഒക്കെ നടത്തും. അപ്പൊ ആ ഒരു പ്ലേസിൽ അതനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കാൻ സാധിക്കും. ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസീസസ് ഇൻ കമ്മ്യൂണിറ്റി അവിടുത്തെ അസുഖങ്ങളുടെ കാരണം എന്താണെന്നുള്ളത് സ്ഥിരീകരിച്ച് അത് അല്ലേ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് സാധിക്കും. ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. നമ്മൾ ഒരു കോവിഡിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളൂവെങ്കിൽ കുറച്ച് ആക്ഷനൊക്കെ എടുക്കേണ്ട അവസ്ഥയുള്ളൂ അല്ലെ. അതേസമയം ജനങ്ങൾ തിങ്ങിക്കൂടി പാർക്കുന്ന ഒരു മേഖലയിലാണ് ഇത്രത്തോളം സ്ഥിരീകരണം വന്നെങ്കിൽ നമ്മൾ അവിടെ കൂടുതൽ നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. നമ്മൾ ആ ടൈമിലൊക്കെ കണ്ടിരുന്ന ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട് അല്ലെ. അതുമാതിരി തന്നെ അതിനനുസരിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടി വരണമെങ്കിൽ എന്താണ് അതനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ പ്രിവാലൻസ് റേറ്റ് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും രോഗാവസ്ഥ ഇങ്ങനെ സ്ഥിരീകരിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിങ് പർപ്പസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയും. അതേമാതിരി തന്നെ ലിമിറ്റേഷൻസും ഉണ്ട് ഇതിന്. എന്താന്ന് നോക്കാം.
can be viewed as a slice through the proportion of the population at a point in a time. ഒരു സമയത്ത് നമ്മളിപ്പോ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ. 100 പേരില് 20 പേരെയൊക്കെ സ്ഥിരീകരിച്ചെങ്കിൽ അവിടെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഏരിയ ആയിരിക്കും അല്ലെ. നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് എല്ലാവരും പോസിറ്റീവ് ആയിരിക്കണമെന്നുമില്ല. കാരണം ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളവര് ടെസ്റ്റിന് വിധേയമാകാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലെ. അതാണ് പറയുന്നത് can be viewed as a slice through the proportion of the population at a point in time. ഓക്കെ എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ ടെസ്റ്റിനും കാര്യങ്ങൾക്ക് വിധേയമാക്കും അല്ലെ. അങ്ങനെയാണ് പ്രിവാലൻസ് റേറ്റ് കണ്ടെത്തുന്നത്. അപ്പൊ ഈ ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ എല്ലാവരെയും കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം കോവിഡൊക്കെ കുറച്ച് പേരൊക്കെ ടെസ്റ്റിന് വിധേയമാക്കാനായിട്ട് വരുന്നുള്ളൂ അല്ലെ. എല്ലാവരും പോസിറ്റീവ് എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റിന് തയ്യാറാവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ജനങ്ങള് തയ്യാറാവണമെന്നില്ല. അതാണ് പറയുന്നത് ഒരു പ്രൊപ്പോർഷൻ ആൾക്കാർ മാത്രം അല്ലെ, ഒരു നിശ്ചിത പേഴ്സൺസ് മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് സ്ലൈസ് ത്രൂ ദ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ, ഒരു നിശ്ചിത പ്രൊപ്പോർഷൻ മാത്രമാണ് ഇതിലേക്ക് എക്സാമിൻ ചെയ്യുന്നത്. നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസസ്. നമുക്കറിയാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഡിസീസസ് എത്രത്തോളം നാളെ നിൽക്കുന്നതൊക്കെ ചില പേഴ്സൺസിനൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യും. ചിലപ്പോഴൊക്കെ അത് കുറച്ച് നാളുകൊണ്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ മാറും അല്ലെ. അപ്പൊ ആ രോഗവ്യാപനം നടത്താനുള്ള സാധ്യതയും കൂടുതലാണ്. കുറച്ച് വൈകിയാണ് മാറുന്നെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള ഡിസീസുകളും ഉണ്ടാവുമ്പോൾ അത് ശ്രദ്ധ ചെയ്യാം അല്ലെ. മറ്റൊരു ലിമിറ്റേഷൻ ആണ് ഇത്. ഇത്രത്തോളം പേരെ ഇന്ന് ടെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുറച്ചും കൂടി നാളെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ രോഗവ്യാപന തോത് ഇന്നും കൂടിയും കൂടിയിട്ടുണ്ടാവും. അപ്പൊ അത് ഈ ഒരു ഇതിന്റെ ബേസിൽ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതെന്താണ്, നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസസ്. അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് നേരത്തെ കൂട്ടി തീരുമാനിക്കാൻ പറ്റിയെന്ന് വരില്ല. Then only answer who has and who do have, how many at present അല്ലെ. ആർക്കാണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ, ആർക്കൊക്കെ വരാം, അങ്ങനെയൊക്കെയുള്ള only answer who has and who do have, how many at present. പക്ഷെ അതിൽ എത്ര പേർക്ക് ഉണ്ടെന്ന്, മുഴുവനും എത്ര പേർക്ക് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. 10 പേരെ വന്ന് ടെസ്റ്റ് ചെയ്യുന്നു അല്ലെ. ടെസ്റ്റ് ചെയ്യുന്നവരിൽ എല്ലാവർക്കും സ്ഥിരീകരിക്കണമെന്നില്ല. നമുക്കറിയാം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുകളും ഉണ്ടാകും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. നോട്ട് ആൻസർ when and how likely the disease develop we not suit the for etiological studies. അതായത് എപ്പോൾ എങ്ങനെ രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊന്നും ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല അല്ലെ. ഇത് വളർന്നു കൊണ്ടുവരോ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു അത് പ്രിവാലൻസ് ഡൗൺ ആയി പോണത് എന്താണ്, ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ഇല്ല, നെഗറ്റീവ് ആയിട്ട് വരുന്ന ആ അവസ്ഥയിലേക്ക് വരാം. ചിലരുടെ രോഗങ്ങൾ പെട്ടെന്ന് മാറിക്കഴിഞ്ഞ് ചിലര് മരിച്ചും കൂടിയൊക്കെ പോയി കഴിയുമ്പോഴാണ് ആ ഒരു ഭാഗത്തെ ആ ഒരു രോഗം ഇല്ലാതെയായി മാറുന്നത്. പക്ഷെ അത് എത്രത്തോളമാണ് അല്ലെ, അത് എപ്പോ അങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല അല്ലെ. കാരണം എന്താണ്, ചിലപ്പോൾ രോഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു വരും. കാരണം മറ്റുള്ള അല്ലെ, നമുക്കറിയാം കോവിഡ് ഒക്കെ വന്നപ്പോൾ ചിലത്തെ സമയത്തൊക്കെ വേറൊരു വകഭേദത്തിലൊക്കെ വീണ്ടും 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 മാറിയൊക്കെ വന്നു. അപ്പൊ അതിന്റെ വളർച്ച ചിലപ്പോൾ മറിച്ചൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് ഒരു സ്റ്റഡിക്ക് വിധേയമായിട്ട് തന്നെ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. ബട്ട് നോട്ട് സ്യൂട്ട് ഫോർ എത്തിയോളജിക്കൽ സ്റ്റഡീസ്. ഒരിക്കലും അത് ഇങ്ങനെ ഒരു അല്ലെ നമ്മുടെ സാംക്രമിക രോഗാവസ്ഥയിൽ അത് വീണ്ടും വീണ്ടും ഡൗണായി പോകുമെന്നൊന്നും സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചില ലിമിറ്റേഷൻസും പ്രിവാലൻസ് റേറ്റ് കണ്ടെത്തുമ്പോഴുണ്ട്. നമുക്കറിയാം കുറച്ച് പേരെ ടെസ്റ്റ് ചെയ്യുന്നുള്ളല്ലേ, കുറെ പേര് അതിലേക്ക് ചിലപ്പോൾ പങ്കെടുക്കാതിരിക്കാം. ചിലപ്പോൾ ഈ രോഗവ്യാപനം എന്താണ് പിന്നീട് വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇല്ലാന്ന് സ്ഥിരീകരിച്ച ഭാഗത്ത് കുറച്ച് കൂടുതൽ ഉണ്ടായി കാണാം. ഉണ്ട് എന്ന് വിചാരിച്ചവര് ചിലപ്പോൾ ആണെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറവും വരാം. കാരണം ആ രോഗാവസ്ഥ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു കൺട്രോളബിൾ ആക്കി തന്നെ എല്ലാവർക്കും പകർന്നു കൊടുക്കാത്ത രീതിയിലേക്കൊക്കെ സ്ഥാപിക്കാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുകയും ചിലപ്പോൾ ഡൗണായിട്ട് പോയിരുന്നു. അങ്ങനെ വ്യത്യസ്ത രീതിയിലും എന്താണ് ഈ പ്രിവാലൻസ് റേറ്റിന് ഒരു ലിമിറ്റേഷനും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഡൗട്ടുകളുണ്ടോ? നമുക്ക് ഈ ഒരു ഭാഗം കൂടെയും ഇതൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്താലോ? ഈ ഒരു ഇതും കൂടെ ഉള്ളൂ പ്രിവാലൻസുമായിട്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് പ്രിവാലൻസുമായിട്ട് വരുന്നത്? ചിലപ്പോൾ നമുക്കറിയാം പ്രിവാലൻസ് രോഗവ്യാപനം ആണ്, അത് കൂടാനായിട്ടും ചാൻസ് ഉണ്ട്, പറയാനായിട്ടും വരാം അല്ലെ. അപ്പൊ കൂടി വരാനായിട്ട് ഇൻക്രീസ്ഡ് ബൈ, അതാണ് ഇൻക്രീസ്ഡാണോ തന്നെ ഡിക്രീസ്ഡ് ബൈ, രണ്ട് ഇതായിട്ടാണ് ഭാഗമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രിവാലൻസ് റേറ്റ് കൂടാനായിട്ടുള്ള കാര്യവും പ്രിവാലൻസ് റേറ്റ് കുറഞ്ഞു വരാനായിട്ടുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇൻക്രീസ്ഡ് ബൈ. അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ് അല്ലെ, ദൈർഘ്യ കാലയളവ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. നമുക്കറിയാം രോഗവ്യാപനം കൂടും അല്ലെ. കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ അത് മാറുള്ളൂ. പിന്നെ വന്ന് ഇന്ന് അതിന്റെ സിംറ്റംസ് ഒക്കെ വന്നു വലിയ പ്രശ്നമില്ലാത്ത 2 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ ഡൗൺ ആയി പോകുന്ന അസുഖമാണെങ്കിൽ നമുക്കറിയാം 1-2 ദിവസമൊക്കെ ക്വാറന്റൈനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡൗൺ ആയി പോകും. പക്ഷെ ഒരുപാട് നാളത്തേക്ക് കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ് എങ്കിൽ അല്ലെ, അതിന്റെ അണുക്കളെല്ലാം കുറച്ചും കൂടി നാള് കഴിയുമ്പോൾ മാത്രമേ നശിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 7 ദിവസമൊക്കെ നമ്മൾ ആ ടൈമിലൊക്കെ 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒരു കൃത്യമായ സമയങ്ങളുണ്ട്. അപ്പൊ ഡ്യൂറേഷൻ കൂടുതലാണ് എങ്കിൽ എന്താണ് ഈ രോഗവ്യാപനത്തോട് കൂടാനും സാധ്യതയുണ്ട്. കാരണം അത്രയും നാള് ക്ഷമയോടുകൂടി ഇരിക്കാനായിട്ട് അല്ലെ എല്ലാവർക്കും പറ്റിയെന്ന്. അതേമാതിരി തന്നെ പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് കെയർ. ഇതിനൊരു ഈ പറഞ്ഞ ചികിത്സയൊന്നും ഇല്ലാതെയാണ് ഈ വ്യക്തി ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അല്ലെ, എന്തെങ്കിലും രോഗം ഉണ്ടായെങ്കിൽ അത് പടർന്ന് പിടിക്കാവുന്നതാണ് എങ്കിൽ അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാതെയാണ് ഇങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ എന്താണ് പ്രിവാലൻസ് റേറ്റ് കൂടാനായിട്ടുള്ള സാധ്യത. വീണ്ടും ഇൻക്രീസ് ആൻഡ് ന്യൂ കേസ്, അതായത് പുതിയ ഇൻസിഡൻസ് വരണം, പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, അതിന്റെ ഇത് എന്താണ് അത് ആ പ്രിവാലൻസ് റേറ്റ് കൂടി വരിക. വീണ്ടും ഇൻ മൈഗ്രേഷൻ ഓഫ് കേസ്, അതായത് പുറത്തുനിന്നൊക്കെ നമുക്ക് കോവിഡിന്റെ സമയത്തൊക്കെ അറിയാം പുറത്തുനിന്നൊക്കെ രോഗം കൊണ്ടൊക്കെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് എന്താണ് രോഗവ്യാപനം കൂടുകയാണ് അല്ലെ. അവര് ആ പോസിറ്റീവായിട്ടുള്ള ഇതുകൊണ്ട് കൂടിയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ആ ഇൻ മൈഗ്രേഷൻ ആ കുടിയേറ്റ അവസ്ഥയിൽ ഇങ്ങനെ രോഗത്തോടു കൂടിയിട്ട് വന്ന് കുടിയേറിയാല് ആ രോഗം വ്യാപിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതേമാതിരി തന്നെ ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്ത്, അതായത് നല്ല ആരോഗ്യമുള്ള വലിയ പ്രശ്നമില്ലാത്ത ഇതൊക്കെ ഉള്ള എല്ലാ വ്യക്തികൾ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നും അവർക്ക് അത് കിട്ടാം അല്ലെ, അവർക്ക് എന്താണ് ആ രോഗം അവിടെ നിന്ന് ചിലപ്പോൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യമുള്ളവരുടെ പുറത്തേക്കുള്ള കുടിയേറ്റം. നമുക്കറിയാം നിലവിൽ ഇത്രയും പേരും ഈ ഇതിന് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി ആരോഗ്യമുള്ള ഒരാള് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എന്താണ് അവിടെ നിന്ന് അല്ലെ നമുക്കറിയാം രോഗവ്യാപനത്തോട് കൂടുതലാണ്. വീണ്ടും അവിടേക്ക് കുടിയേറി വരുമ്പോൾ തീർച്ചയായിട്ടും ആ രോഗവ്യാപനം വീണ്ടും അവരുടെ കൂട്ടത്തിലേക്ക് വരും. വീണ്ടും പറയുന്നത് ഈ മൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ, അതായത് ഇൻ കേസ് ഈ രോഗവ്യാപന സാധ്യതയുള്ള ആളുകൾ കുടിയേറിക്കഴിഞ്ഞു വീണ്ടും ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു അങ്ങോട്ടേക്ക് വിമാന മാർഗങ്ങൾ വരെ റദ്ദ് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ്? രോഗങ്ങൾ ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവര് ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ രോഗം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ ആരോഗ്യമില്ലാത്ത പേഴ്സൺസും ഇവിടെ രോഗവ്യാപനം കൂടുതലുള്ള മേഖലകളിലേക്ക് വന്നിറങ്ങിയാലും അവർക്ക് പെട്ടെന്ന് ഈ രോഗം പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എന്താണ് പുറത്തേക്ക് ആരോഗ്യമില്ലാത്തവര് പുറത്തുനിന്ന് ആരോഗ്യമില്ലാതെ വന്നാലും പിന്നെ എന്താണ് ആരോഗ്യം അവിടെ നിന്ന് രോഗം കൊണ്ടുവന്നാലും കുടിയേറി കഴിഞ്ഞാലും എന്താണ് ഇവിടെ രോഗാവസ്ഥ കൂടി വരുന്നത്. എന്താണ് ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, അതായത് ഈ ഒരു രോഗവ്യാപനത്തിന് ബെറ്റർ റിപ്പോർട്ടിങ്, ഈ ഒരു റിപ്പോർട്ടുകളെല്ലാം നമുക്കറിയാം കൂടുതൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും എന്താണ് സ്ഥിരീകരണ കണക്കുകൾ പോസിറ്റീവ്. നമ്മൾ കുറച്ച് പേര് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയില്ല അല്ലെ. അല്ലെങ്കിൽ കൂടുതൽ നല്ല ഒരു ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ രോഗവ്യാപന തോത് എത്രത്തോളം ഉണ്ട് അത് കൂടുതലാണോ എന്നത് കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. തോത് കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചിലര് ടെസ്റ്റ് ചെയ്യുന്നില്ല, അപ്പൊ എന്താണ് രോഗം സ്ഥിരീകരിക്കുന്നത്.
നമുക്കറിയാം 1000 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 800 പേരെ സ്ഥിരീകരിച്ചുവെങ്കിൽ മറ്റൊരു പ്ലേസിൽ 1000 പേരെ ടെസ്റ്റ് ചെയ്യുന്നില്ല, 200 പേരെ സ്ഥിരീകരിച്ചപ്പോൾ ചിലപ്പോൾ 10 പേരെ അവിടെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ അത്രത്തോളം ഫെസിലിറ്റി കുറവായത് കൊണ്ടാണ്. കൂടുതൽ പേരെ സ്ഥിരീകരിച്ചെങ്കിൽ എന്താണ്, ടെസ്റ്റ് ചെയ്തെങ്കിൽ എന്താണ്, കൂടുതൽ റിപ്പോർട്ട് അവിടെ വന്നേനെ. മനസ്സിലായോ? ആ ഒരു രീതിയിൽ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇംപ്രൂവ് ചെയ്യുമ്പോൾ രോഗനിർണയ തോത് ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് രോഗവ്യാപനം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ടും അവിടെ എന്താണ് രോഗവ്യാപന തോത് കൂടുതലാണെന്ന് കണ്ടെത്താനായിട്ടും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് രോഗവ്യാപന തോതിന്റെ ആ ഒരു കാര്യം പറയുന്നത്. ഇനി ഡിക്രീസ് നോക്കാം. എന്താണ് ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ഡിസീസസ്. കുറച്ച് നാളത്തേക്ക് ഉള്ളൂ, പെട്ടെന്ന് രോഗം മാറുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അധികം ആൾക്കാർക്കൊന്നും വ്യാപിക്കില്ല അല്ലെ. അത് പെട്ടെന്ന് തന്നെ 2 ദിവസമൊക്കെ ക്വാറന്റൈൻ, 2 ദിവസം കൊണ്ട് ക്ഷമിച്ചു പോകുന്ന ഒരു ഇതാണ്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള കീടാണുക്കളാണ് ശരീരത്തിൽ പ്രവേശിച്ചു പോകുന്നത് അല്ലെ. അത് അധികം ഡ്യൂറേഷൻ ഇല്ലാത്തതാണെങ്കിൽ എന്താണ് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെങ്കിൽ ആ രോഗവ്യാപനത്തോട് പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല. പിന്നെ ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്, അതായത് മരണനിരക്ക് അത് കൂടുതലാണ് എങ്കിൽ ഫെർട്ടിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത് മരണനിരക്ക് എന്നാണ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രം ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ രോഗം വന്ന് കുറച്ച് പേര് ഉള്ളവർക്ക് മരണം സ്ഥിരീകരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് പിന്നെ അവിടെ നോക്കുമ്പോ ടെസ്റ്റ് ചെയ്യുമ്പോൾ അധികം രോഗികൾ ഉണ്ടാവുന്നത് അല്ലെ. ഒന്നില്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ കണ്ടു, ഒന്നില്ലെങ്കിൽ ചികിത്സ കൊണ്ട് ആ രോഗം കുറച്ചുകൊണ്ട് വരേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ മരണം വഴി ആ രോഗം അങ്ങനെ തന്നെ ഉന്മൂലനം ചെയ്തു പോകേണ്ടതായിട്ട്. ഡിക്രീസ് ഇൻ ന്യൂ കേസ്, പുതിയ കേസുകൾ കുറച്ചാണെങ്കിൽ നമുക്കറിയാം തോത് കുറവാണ്. ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, അതായത് ഹെൽത്തി ആയിട്ടുള്ള പീപ്പിൾസ് ആണ് പുറത്തുനിന്നൊക്കെ വരുന്നത്, ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകളില്ല. മൈഗ്രേഷൻ ഓഫ് കേസ് ഉള്ളവരൊക്കെ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ളവരൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് നിലവിൽ ആ ഭാഗത്ത് രോഗവ്യാപനത്തോട് കുറവായിരിക്കും. ഇംപ്രൂവ്ഡ് റേറ്റ് ഓഫ് കേസ്, നല്ല പരിചരണം കിട്ടുന്നുണ്ടായെങ്കിൽ അത് ഇവിടെ എന്താണ് നമുക്കറിയാം ആ ഒരു റിപ്പോർട്ട്, നല്ല കെയറും നല്ല പരിചരണം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അസുഖം അത് വളരെയധികം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു രോഗാവസ്ഥ ഡിക്രീസ് ചെയ്തു പോകും. അങ്ങനെ 2 തരത്തിലുള്ള ബോധമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം അല്ലെ. ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യത, രോഗവ്യാപനം വർദ്ധിച്ചു വരാനുള്ള സാധ്യതയും രോഗവ്യാപനം കുറഞ്ഞു വരാനുള്ള കാര്യം വായിച്ചു നോക്കാം. സെക്കൻഡ് പോയിന്റ് പറയാൻ പറഞ്ഞു. പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് കെയർ, അതായത് ഒരുപാട് നാളത്തേക്ക് അല്ലെ, പ്രോഗ്ലോങ് എന്ന് പറയുമ്പോൾ ഒരുപാട് നാളത്തേക്ക് ചികിത്സ കിട്ടാതെ വരുമ്പോൾ അവർക്ക് അസുഖം മാറാനായിട്ടുള്ള സാധ്യതയില്ല അല്ലെ, അത് ഇൻക്രീസ് ആണ് അല്ലെ. അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്കൊക്കെ രോഗം പകർന്നു കൊടുക്കാനായിട്ടുള്ള സാധ്യത. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖം മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് കെയർ, കെയർ ഇല്ലാതെ തന്നെ ഒരുപാട് നാള് അവർക്ക് ഈ ഒരു അസുഖം കൊണ്ട് നടക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ആ ഒരു പ്രിവാലൻസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് സാധ്യത. മറ്റൊരു കാര്യം ചോദിച്ചത് എന്താണ്, ഇൻ മൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ അല്ലെ, അതായത് രോഗസാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റമാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇൻ മൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ, രോഗസാധ്യതയുള്ള ആളുകൾ ഇവിടേക്ക് കുടിയേറിക്കും ഒരു പ്ലേസിലേക്ക്. നമ്മൾ നേരത്തെ കണ്ടു
ഒരു കോവിഡ് ഒക്കെ ബാധിച്ച വ്യക്തി മറ്റൊരു പ്ലേസിൽ നിന്ന് ഈ പ്ലേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ വ്യാപന തോത് കൂടുതലാണ് അല്ലെ. നമ്മൾ ഇൻമൈഗ്രേഷൻ പറഞ്ഞിടത്തേക്ക് കുടിയേറി വരുന്ന ആ ഒരു കാര്യം സസ്പെക്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയാസ്പദമായിട്ട് എന്തോ രോഗലക്ഷണത്തോട് കൂടിയിട്ടാണ് അവര് വരുന്നതെങ്കിൽ അവര് എന്താണ് ഇത്തരത്തില് രോഗാവസ്ഥ കൂടുതൽ വർദ്ധിച്ചു വരാനായി പോസിറ്റീവ് റിപ്പോർട്ട് കൂടാനായിട്ടുള്ള സാധ്യത. ഇനി ഇതിലെ ലിമിറ്റേഷൻ എന്ന് ചോദിച്ചു. സെക്കൻഡ് പോയിന്റ് ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്, അതായത് മരണനിരക്ക്. ഇവിടെ ഈ രോഗം വന്ന് മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതായത് ആ രോഗികളെ മരിച്ചുപോയി. അപ്പൊ അധികം രോഗികളുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നില്ലെങ്കിൽ കെയർ ചെയ്ത് ആ രോഗാവസ്ഥ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക അല്ലെ. അല്ലെങ്കിൽ രോഗത്തിനെ പൂർണ്ണമായിട്ട് ഭേദമാക്കണമെങ്കിൽ രണ്ട് രീതിയാണോ, ഒന്നില്ലെങ്കിൽ ആ രോഗം ബാധിച്ച് മരിച്ചു പോകണം, അല്ലെങ്കിൽ രോഗത്തിന് എന്താണ് മരുന്നും കാര്യങ്ങളും കൊടുത്ത് അത് ഇല്ലാതെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ രണ്ടാമത്തെ ഇതാണ് ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്. ഈ ഡിസീസ് വന്ന് കൂടുതൽ ആളുകൾ മരിച്ചുപോയി. പിന്നെ അവിടെ ഉള്ളവര് എന്താണ് കുറച്ച് പേര് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ ഉദ്ദേശിക്കുന്നത് ഡിക്രീസ്. ഓക്കെ, എന്താണ് ലിമിറ്റേഷന്റെ സെക്കൻഡ് പോയിന്റ്, നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. അതായത് നമുക്ക് ഈ എത്രത്തോളം ടൈം ഈ രോഗം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലത് വീര്യം കൂടിയ ഇതുകളൊക്കെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ വ്യാപന തോതൊക്കെ അല്ലെ. അത് നമ്മളത് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. രോഗം വന്നു പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് സ്ഥിരീകരണം നടത്താനേ പറ്റുന്നു. അതേസമയം ഈ രോഗിയിൽ പ്രവേശിക്കുന്നതിനും കൂടി വീര്യം കൂടിയ ഒരു സംഭവമാണെങ്കിൽ കുറച്ച് നാളത് നീണ്ടു നിൽക്കും അല്ലെ. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല അല്ലെ. നമുക്കറിയാം ചിലത് കൃത്യമായിട്ട് തന്നെ അത് ഏത് രോഗാണുക്കളാണ് എന്ന് കണ്ടെത്തും. രോഗത്തിന്റെ തോത് മാത്രമല്ല, ചിലതിലൊക്കെ ചില ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലതിന്റെ ആ ഒരു ഏത് മോഡലിലുള്ള ഏത് രീതിയിലുള്ള ബാക്ടീരിയ ആണ് അല്ലെങ്കിൽ ഫംഗസ് ആണ് വൈറസ് ആണ് ഇതിലുള്ളത് എന്ന് കണ്ടെത്തും. അത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീര്യം കൂടിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ കൃത്യമായിട്ട് പക്ഷെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രമേ ഇവിടെ പ്രിവാലൻസിലേക്ക് വരുന്നുള്ളൂ. അത് ഏത് രോഗാണുക്കളാണ് പ്രവേശിച്ചത് അല്ലെങ്കിൽ എത്രത്തോളം നാള് നീണ്ടു നിൽക്കുന്നൊന്നും അതിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? Limitation is second point, not to consider the duration of the disease. എന്തെങ്കിലും കുറച്ച് ഭാഗം കൂടി ഉള്ളു. റെൻസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചലഞ്ച്. അപ്പം അടുത്ത കൂടി ചിലപ്പോ അത് നോക്കാം, പഠിക്കുമെന്ന് നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇൻസിഡൻസ് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ടോ? വെക്കണോ? പ്രിവാലൻസും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ആണ് ഇത് നമ്മൾ എടുത്തത്. ഇതിന്റെ ആ ഒരു ഫാക്ടേഴ്സ് എഫക്റ്റീവ് പ്രിവാലൻസ് ഇൻക്രീസിലും ഡിക്രീസിലും എന്നുള്ളതും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതിൽ പെടാത്തത് അല്ലെ ഏതാന്നുള്ളത് ഇൻക്രീസ്ഡ് ഫാക്ടേഴ്സ് ദിസ് ഇസ് നോട്ട് അഫക്റ്റിംഗ് പ്രിവാലൻസ് ഇൻക്രീസ്, അല്ലെങ്കിൽ ആ പ്രിവാലൻസ് ഇൻക്രീസിൽ പെടാത്തത് ഏതെങ്കിലും ഓർമ്മ, അല്ലെങ്കിൽ ഡിക്രീസിൽ പെടാത്തത് ഏതെന്നുള്ളത് നോട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മള് കണ്ടായിരുന്നു അല്ലെ പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്, അതിനെ കുറിച്ചിട്ടൊക്കെ. നിങ്ങളത് പഠിക്കുമ്പോൾ കോവിഡിന്റെ കാര്യം പശ്ചാത്തലമൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലാസ് ചെയ്യാൻ സാധിക്കും. എന്താണ് പ്രിവാലൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രോഗവ്യാപനം അല്ലെ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്താണ് അതിലെ വ്യത്യസ്ത തരത്തിലുള്ള പ്രിവാലൻസ് ഉണ്ട്, പിന്നെ അതിന്റെ എന്തൊക്കെ ഫാക്ടേഴ്സുകളുണ്ട്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലിമിറ്റേഷൻസ് യൂസേജ് ഒക്കെ വെറുതെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. കുറച്ചൊക്കെ ഉള്ള ഉപകാരങ്ങൾ പ്രിവാലൻസ് രീതി കണ്ടെത്തുമ്പോൾ നമുക്കറിയാം പ്ലാനിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും.
ഹൈ റിസ്ക് സ്ഥലം ഏതെന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലിമിറ്റേഷനിലും കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. കൃത്യമായിട്ട് തന്നെ ആ ഒരു ഡ്യൂറേഷൻ എല്ലാ രോഗം എത്രത്തോളം നാളെ നീണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പേര് ഇത് ഇനി വരാം, അല്ലെങ്കിൽ ഇനി വന്നവർക്ക് ഇത് എപ്പോ മാറും, അങ്ങനെയൊന്നും കൃത്യമായിട്ടൊന്നും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കാം. പോയിന്റ് പ്രിവാലിയൻസിന്റെ ഫോർമുല എന്ന് പറയൂ. പറഞ്ഞോ. പോയിന്റ് പ്രിവാലിയൻസിന്റെ ഫോർമുല. പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല. ഓക്കെ, ആ ഫോർമുല പറയാം. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കേസിനെ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point ഓഫ് ടൈം. അതായത് ആ ഒരു പോപ്പുലേഷനിൽ നമ്പർ ഓഫ് കേസിനെ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിൽ എത്ര പേർക്ക് അത് സ്ഥിരീകരിച്ചു ആണ് ഡിഫൈൻഡ്. കേസിനെ ഡിഫൈൻഡ് അത് സ്ഥിരീകരിച്ചു. പിന്നെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ്. അത് കേസാണ്, നമ്മൾ എത്രത്തോളം കേസ് പോസിറ്റീവായിട്ട് നമ്മൾ സ്ഥിരീകരിച്ചു, എത്രത്തോളം പേരെയാണ് ടെസ്റ്റ് ചെയ്തത്. നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് ദി സെയിം പോയിന്റ് ഓഫ് ടൈം. ആ ടൈമിനുള്ളിൽ എത്രത്തോളം പീപ്പിളിനെയാണ് ഈ ഡിഫൈൻഡ് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരീകരിക്കാനായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ എത്രത്തോളം കേസ് അവിടെ ഡിഫൈൻ ചെയ്തു, അത് സ്ഥിരീകരണ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തു, ഡിവൈഡ് ബൈ എത്രത്തോളം പീപ്പിളിനെ, അല്ലെ, എത്രത്തോളം പേരെയാണ് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിഗണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു 100 പേരിൽ 20 പേരെ സ്ഥിരീകരിച്ചെങ്കിൽ എന്താണ് കേസ് റിപ്പോർട്ട് ചെയ്തത് എത്ര പേർക്കാണ്? 20 പേർക്ക് പോസിറ്റീവായിട്ട്. ഡിവൈഡഡ് ബൈ എത്ര പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്തത്? 100 പേരെയാണ് എക്സാമിൻ ചെയ്തത്. അപ്പൊ 100 ഡിനോമിനേറ്റർ ആക്കി. ഓക്കെ, 100ൽ 20 പേർക്ക് സ്ഥിരീകരിച്ചു. ആ ഒരു ലൊക്കാലിറ്റിയിൽ ഇന്ന സമയത്ത് ടെസ്റ്റും കാര്യങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ 100ൽ 20 പേർക്ക് സ്ഥിരീകരിച്ചു. ഞാൻ വേറൊരു ലൊക്കാലിറ്റിയിൽ നമ്മുടെ ഒരു ലൊക്കേഷനിൽ പോയി ഇങ്ങനെ ഇതേമാതിരി ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര പേരെ സ്ഥിരീകരിച്ചു. അപ്പൊ അവർ അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ കൂടുതൽ, അല്ലെ, സ്ഥിരീകരണ തോത് ഏതിലാണോ കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെ. കൂടുതൽ നമുക്കറിയാം 100 പേരെ സ്ഥിരീകരിച്ചിട്ട് ഒരു 10-80 പേർക്കും പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം ആ മേഖലയിൽ ഒരുപാട് വ്യാപനത്തോത് കൂടുതലാണ്, അല്ലെ. കുറച്ചേ ഉള്ളെങ്കിൽ അതനുസരിച്ചിട്ട് പരിഗണിച്ചിട്ട് അതനുസരിച്ചുള്ള നടപടികൾ എടുക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻസിഡൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. താങ്ക് യു.